രാഹുൽ ഈശ്വർ കസ്റ്റഡിയിൽ അതിജീവതയെ അപമാനിച്ചെന്ന കേസിലാണ് കസ്റ്റഡിയിലെടുത്ത വിശദാംശങ്ങളുമായി ശാലിനി ശരിയാണ്. ശാലിനി, രാഹുൽ ഈശ്വർ ഒടുവിനെ കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. അതിജീവതയെ പരസ്യമായി സൈബർ ഇടങ്ങളിൽ അപമാനിക്കുന്ന സമീപനം രാഹുൽ ഈശ്വർ സ്വീകരിച്ചിരുന്നു. ആ ഈ ഒരു ഘട്ടത്തിൽ തന്നെയാണ് അദ്ദേഹത്തെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. കൂടുതൽ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണോ രാഹുലിനെ? അതായത് കഴിഞ്ഞ ദിവസം ഈ സമൂഹ മാധ്യമങ്ങളുടെ അടക്കം രാഹുൽ മാക്കൂട്ടത്തിനെതിരായിട്ടുള്ള ലൈംഗികാരോപണ പരാതിയിൽ ഇരയെ അപമാനിക്കുന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ നടത്തിയിരുന്ന രാഹുൽ ഈശ്വറെ കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ് അന്വേഷണ സംഘം. അതിജീവതയെ അപമാനിച്ചെന്ന കേസിലാണ് കസ്റ്റഡിയിലെടുത്തത്. കഴിഞ്ഞ ദിവസങ്ങളിലടക്കം കേരളം കണ്ടതാണ് പരസ്യമായി സൈബർ ഇടങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിൽ അതിജീവതയെ അപമാനിക്കുന്ന തരത്തിൽ, സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള ഇടപെടലാണ് രാഹുൽ ഈശ്വർ നടത്തിയത്. ശാലിനി, തുടരാം. കഴിഞ്ഞ ദിവസം അടക്കം ഈ രാഹുൽ ഈശ്വറിനെ AR ക്യാമ്പിൽ എത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രത്യേക അന്വേഷണ സംഘം നോട്ടീസ് നൽകിയിരുന്നു. അതായത് രാഹുൽ മാക്കൂട്ടത്തിനെതിരായിട്ടുള്ള ലൈംഗിക ആരോപണ പരാതിയിൽ ഇരയെ പൊതുസമൂഹത്തിൽ അപമാനിക്കുന്ന രീതിയിലും സമൂഹ മാധ്യമങ്ങളിൽ അധിക്ഷേപിക്കുന്ന രീതിയിലുമുള്ള ചില പരാമർശങ്ങൾ വീഡിയോ അടക്കം പുറത്തുവിട്ടുകൊണ്ട് അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങൾ ചോദിച്ചറിയാനായി നേരിട്ട് ഹാജരാകണമെന്നുള്ളതായിരുന്നു രാഹുൽ ഈശ്വറിനോട് അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഉച്ചയോടുകൂടിയാണ് രാഹുൽ ഈശ്വർ AR ക്യാമ്പിലേക്ക് എത്തിയിട്ടുള്ളത്. AR ക്യാമ്പിൽ എത്തി ചോദ്യം ചെയ്യുന്ന ഇടയിൽ തന്നെയാണ് രാഹുൽ ഈശ്വറിനെ കസ്റ്റഡിയിലെടുത്തുന്നുള്ള ഔദ്യോഗികമായ ഒരു അറിയിപ്പ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് വരുന്നത്. കസ്റ്റഡി ഉടനടി തന്നെ അറസ്റ്റിലേക്ക് നീങ്ങാനുള്ള സാധ്യതകൾ കൂടി കാണുന്നുണ്ട്. രാഹുൽ ഈശ്വറിന്റെ ഭാര്യ അടക്കമുള്ളവരുമായിട്ടാണ് AR ക്യാമ്പിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. ഈ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ തുടർച്ചയായി രാഹുലിനെ അനുകൂലിച്ചും അതിജീവതയെ അപമാനിച്ചും ഒപ്പം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വ്യക്തി വിവരങ്ങൾ അടക്കം പുറത്തുവിടുന്ന രീതിയിലുള്ള ചില പരാമർശങ്ങൾ നടത്തിയിരുന്നു. അത്തരത്തിലുള്ള പരാമർശങ്ങൾ തന്നെയാണ് ശാലിനി ഈ രാഹുൽ ഈശ്വർ നടത്തിയിരുന്നത്. അതുകൂടാതെ അന്വേഷണ സംഘത്തെ വെല്ലുവിളിക്കുന്ന സമീപനവും രാഹുൽ വീഡിയോയിലൂടെ നടത്തിയിരുന്നു. കാരണം അങ്ങനെയാണെങ്കിൽ തനിക്കെതിരെ നടപടി സ്വീകരിക്കട്ടെ എന്നുള്ള പരസ്യമായ വെല്ലുവിളിയടക്കം. കാരണം തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് രാഹുൽ ഈശ്വർ പറയുമ്പോൾ ആ നിലപാട് പൊതുസമൂഹത്തിന് ഒട്ടും സ്വീകാര്യമല്ലാത്ത നിലപാടായിരുന്നു. കാരണം ഈ അതിജീവതയെ അപമാനിക്കുന്ന തരത്തിൽ, വേട്ടക്കാരനൊപ്പം നിൽക്കുന്ന തരത്തിലുള്ള നിലപാടുകളാണ് സ്വീകരിച്ചത്. പക്ഷേ ദൗർഭാഗ്യവശാൽ അത്തരം നിലപാടുകളെ ഒരു വിഭാഗം പിന്തുണയ്ക്കുന്നുണ്ട്. സമൂഹത്തിൽ അത്തരം നികൃഷ്ട ചിന്ത വെച്ച് പുലർത്തുന്നവർ ഈ രാഹുൽ ഈശ്വറിനെ പിന്തുണയ്ക്കുന്നുമുണ്ട്. അവരുടെ ഒത്താശയോടെയാണ് പിന്നീട് വീണ്ടും പോസ്റ്റുകളുമായി വീഡിയോകളുമായി രാഹുൽ ഈശ്വർ രംഗത്ത് വന്നത്. ഈ ഒരു ഘട്ടത്തിൽ തന്നെയാണ് കൃത്യമായ ഇടപെടലിലേക്ക് അന്വേഷണ സംഘം നീങ്ങിയതല്ലേ? അങ്ങനെ തന്നെയാണ്. ഇന്ന് രാവിലെയോട് കൂടിയാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഔദ്യോഗികമായി ഇദ്ദേഹത്തിന് വിവരങ്ങൾ ചോദിച്ചറിയാനായി AR ക്യാമ്പിലേക്ക് എത്താൻ പോലീസ് നിർദ്ദേശം നൽകിയത്. അതായത് ഭാര്യയ്ക്കൊപ്പം രാഹുൽ ഈശ്വർ എത്തുകയായിരുന്നു. അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിട്ടുള്ള വീഡിയോ ദൃശ്യങ്ങൾ, ഒപ്പം തന്നെ വീഡിയോ അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് അപമാനിക്കുന്ന രീതിയിൽ, ഇരയെ അവമാനിക്കുന്ന രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ ചില വീഡിയോകൾ പങ്കുവെക്കുക, ചില ഓഡിയോ സംഭാഷണങ്ങൾ പുറത്തുവിടുക, ഒപ്പം തന്നെ സ്വകാര്യതയടക്കം ബാധിക്കുന്ന രീതിയിലുള്ള പ്രതികരണങ്ങളും ഒപ്പം തന്നെ ചില പ്രസ്താവനകളും രാഹുൽ ഈശ്വറിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക, ഇതൊക്കെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ഇരയെ അപമാനിക്കുന്നു എന്നുള്ള രീതിയിൽ പ്രചരണം ശക്തമായിരുന്നു. വേട്ടക്കാരനൊപ്പം നിന്നുകൊണ്ട്, അതായത് പ്രതിക്കൊപ്പം നിന്നുകൊണ്ട്, അല്ലെങ്കിൽ പ്രതി എന്ന് പറയപ്പെടുന്ന രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം നിന്നുകൊണ്ട് വലിയ രീതിയിലുള്ള സൈബർ ആക്രമണം ഈ ഇരയ്ക്കെതിരെ നടത്തിയ സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. ഈ ഘട്ടത്തിൽ കൂടിയാണ് രാഹുൽ ഈശ്വറിനെ ഇപ്പോൾ ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചത്. ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതിന് തൊട്ടു പിന്നാലെയാണ് രാഹുൽ ഈശ്വറിനെ അന്വേഷണ സംഘം ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ അറസ്റ്റ് ഔദ്യോഗികമായി രേഖപ്പെടുത്തുമെന്നുള്ള സൂചനകൾ കൂടി നമുക്ക് ഈ ഘട്ടത്തിൽ പുറത്തു വരികയാണ്. സൈബർ ആക്രമണം നടത്തിയ മറ്റ് ആളുകളെയും, അതായത് സമൂഹ മാധ്യമങ്ങളിൽ ചിത്രങ്ങളടക്കം പങ്കുവെച്ച മറ്റ് വ്യക്തികളെയും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഇവരുടെയും കസ്റ്റഡിയും അറസ്റ്റും അടക്കമുള്ള നടപടികൾ ഇരയെ കളങ്കപ്പെടുത്തുന്ന രീതിയിലുള്ള, ഇരയുടെ വ്യക്തിത്വം സമൂഹ മാധ്യമങ്ങളിൽ പരസ്യപ്പെടുത്തുന്ന രീതിയിലുള്ള ഇടപെടലുകളാണ് നടത്തിയത്. അത്തരം ആൾക്കാർ ഇനിയുമുണ്ട്. രാഹുൽ ഈശ്വറിലേക്ക് കാര്യങ്ങൾ ഒതുങ്ങില്ല. അല്പസമയത്തിനകം അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കും. പിന്നീട് അന്വേഷണ സംഘത്തിന്റെ ഇടപെടൽ നടപടി മറ്റുള്ളവരിലേക്കും നീങ്ങാൻ തന്നെയാണ് സാധ്യത, അല്ലേ? അങ്ങനെ തന്നെയാണ്. കാരണം അത്തരത്തിലുള്ള നടപടിയിലേക്കാണ് ഇപ്പോൾ ഈ അന്വേഷണ സംഘം കടക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമുക്കറിയാം, ഇത്തരത്തിലൊരു ആരോപണവും ലൈംഗികാരോപണ പരാതികളും ഒക്കെ ഉയർന്നു വരുമ്പോൾ ഇരയെ സമൂഹ മാധ്യമങ്ങളിലൂടെ, അല്ലെങ്കിൽ ഇരയുടെ വ്യക്തിവിവരങ്ങളോ മറ്റ് സ്വകാര്യ കാര്യങ്ങളോ ഒന്നും തന്നെ പുറത്തുവിടുന്നത് തെറ്റാണ്, അല്ലെങ്കിൽ അത് നിയമപരമായി തെറ്റാണ് എന്ന്
നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പോലീസ് അടക്കമുള്ളവർ അത് മുൻകൂട്ടി നിർദ്ദേശം നൽകുകയും ചെയ്യുന്നതാണ്. പക്ഷേ ഇവിടെ അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇവിടെ തുടക്കം മുതൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ വെള്ളപൂശിക്കൊണ്ടും ഒപ്പം തന്നെ ഇത്തരത്തിൽ ഇരയുടെ ഭാഗത്തു നിന്നാണ് തെറ്റുകൾ സംഭവിച്ചതെന്നും അവർ വിവാഹിതയാണ് എന്നതടക്കമുള്ള ചില നിർണായകമായിട്ടുള്ള വിവരങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സമൂഹ മാധ്യമങ്ങളിലൂടെ ചിലർ പങ്കുവച്ചിരുന്നു. അതിൽ മുൻപന്തിയിൽ നിന്നത് രാഹുൽ ഈശ്വറാണ്. രാഹുൽ ഈശ്വർ പല ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന ഇത്തരത്തിലുള്ള സ്വകാര്യ വിവരങ്ങൾ പുറത്തുവിടുന്നു. ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ സ്വന്തം സമൂഹ മാധ്യമത്തിലൂടെ അടക്കം ഫേസ്ബുക്കിലൂടെ അടക്കം അത്തരത്തിലുള്ള വിവരങ്ങൾ അദ്ദേഹം ഷെയർ ചെയ്ത സാഹചര്യം കൂടിയുണ്ട്. പലരെയും വെല്ലുവിളിക്കുന്നു, പലരും അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തൊട്ടു പിന്നാലെ അപ്ലോഡ് ചെയ്യുന്ന സാഹചര്യം കൂടിയുണ്ട്. ഈ ഘട്ടത്തിലാണ് കോൺഗ്രസ് നേതാക്കന്മാർക്കെതിരെയും ഒപ്പം തന്നെ സൈബർ ആക്രമണം നടത്തിയ മറ്റ് ആളുകളിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കാൻ പോലീസ് തയ്യാറെടുക്കുന്നതിന്റെ ഒരു ആദ്യ പടി എന്നതോടമാണ് ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യലിനും ഒപ്പം തന്നെ വിവരശേഖരണത്തിനും ഹാജരാകാൻ രാഹുൽ ഈശ്വറിനോട് അന്വേഷണ സംഘം ആവശ്യപ്പെടുകയും ചെയ്യുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഉച്ചയോടുകൂടി രാഹുൽ ഈശ്വർ തിരുവനന്തപുരത്തെ എയർ ക്യാമ്പിലേക്ക് എത്തുകയും ചെയ്തത്. ഭാര്യ അടക്കമുള്ളവർ ഒപ്പം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എയർ ക്യാമ്പിലേക്ക് പോയ രാഹുൽ ഈശ്വറിനെ ചോദ്യങ്ങൾ ചോദിച്ചറിയുന്നതിനിടയിൽ തന്നെ ആ ഉത്തരങ്ങൾ ലഭ്യമാകുന്ന അതേ സാഹചര്യത്തിൽ തന്നെയാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് സൈബർ ആക്രമണം നടത്തിയെന്ന രീതിയിലുള്ള പരാതിയിൽ ഇപ്പോൾ അതിജീവിത പോലീസിന്റെ സംരക്ഷണത്തിലാണ്. ഇപ്പോഴും സൈബർ ഇടങ്ങളിൽ ഈ അതിജീവിതയെ അപമാനിക്കുന്ന തരത്തിലുള്ള ഇടപെടൽ നടത്തുന്നു. അതിൽ മുൻപന്തിയിൽ നിന്ന വ്യക്തിയാണ് ഈ രാഹുൽ ഈശ്വർ. പരസ്യമായാണ് ആ വ്യക്തിത്വം പരസ്യപ്പെടുത്തുന്ന രീതിയിലേക്കുള്ള ഇടപെടൽ നടത്തിയത്. തനിക്കെതിരെ പരാതി വന്നേക്കാം, ഞാൻ നേരിട്ടോളാം എന്നുള്ള ധാർഷ്ട്യം കലർന്ന വാക്കുകളാണ് രാഹുൽ ഈശ്വറിന്റെ ഭാഗത്തിന് കഴിഞ്ഞ ദിവസങ്ങളിലടക്കമുണ്ടായത്. ഇന്ന് ഉച്ചവരെ അത്തരത്തിലുള്ള നിലപാടാണ് അദ്ദേഹം ആവർത്തിച്ചത്. ഇതിൽ കൃത്യമായ ഇടപെടൽ ഉണ്ടായിരിക്കുന്നു, കൃത്യമായി കുരുക്ക് മുറുകിയിരിക്കുന്നു എന്ന് വേണം പറയാനല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കാരണം മുൻകൂർ ജാമ്യ ഹർജി അടക്കം നൽകി അത് ബുധനാഴ്ച പരിഗണിക്കാനിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. സ്വാഭാവികമായും അതിന് മുന്നോടിയായി ഇപ്പോൾ 4 ദിവസമായി രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ നിൽക്കുകയാണ്. മുൻകൂർ ജാമ്യാപേക്ഷയിൽ തീരുമാനം വന്നതിന് ശേഷം മാത്രം പൊതുമധ്യത്തിലേക്ക് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് മുൻപിൽ രാഹുൽ മാങ്കൂട്ടം സ്വീകരിച്ചിരിക്കുന്ന നടപടികളുള്ളത്. സ്വാഭാവികമായും അതിനിടയിൽ തന്നെയാണ് രാഹുലിനെ വെള്ളപൂശിക്കൊണ്ട് രാഹുൽ ചെയ്തത് ശരിയാണ്, രാഹുലിന്റെ നിലപാടുകൾ ശരിയാണ്, കോൺഗ്രസ് പ്രസ്ഥാനം അടക്കം രാഹുലിനൊപ്പം ഉണ്ട് എന്ന രീതിയിലുള്ള പ്രചരണങ്ങൾ സൈബർ ഇടങ്ങളിൽ വലിയ രീതിയിൽ ചർച്ചയാവുകയും ചെയ്യുന്നുണ്ട്. അതിന് മുഖ്യ കണ്ണിയായി വരുന്നത് രാഹുൽ ഈശ്വറാണ്. രാഹുൽ ഈശ്വറിന്റെ പല നിർണായകമായിട്ടുള്ള വീഡിയോകൾ, ദൃശ്യങ്ങൾ, ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ സ്വകാര്യ ലൈവ് വീഡിയോകൾ അടക്കമുള്ള കാര്യങ്ങൾ അതിന് പങ്കുവഹിക്കുകയും ചെയ്യുന്നുണ്ട്. വലിയ സ്വീകാര്യത സൈബർ ഇടങ്ങളിൽ രാഹുൽ ഈശ്വറിന്റെ വീഡിയോയ്ക്ക് ലഭ്യമാവുകയും ചെയ്യുന്നുണ്ട്. അതിനിടയിലാണ് ഇത്തരത്തിൽ പരാതിക്കാരിയും ഇരയുമായ പെൺകുട്ടിയെ ലൈംഗികമായി ചൂഷണം ചെയ്യപ്പെട്ട പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പല രീതിയിൽ പല ഘട്ടങ്ങളിൽ രാഹുൽ ഈശ്വർ അടക്കമുള്ളവർ പുറത്തുവിട്ടത്. കോൺഗ്രസിന്റെ മറ്റു ചില നേതാക്കന്മാരും പ്രാദേശിക നേതാക്കന്മാരടക്കമുള്ളവരും അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. എന്നാലും അവർ അടക്കമുള്ളവരെ പോലീസ് നിരീക്ഷിക്കുകയാണ്. നിലവിൽ ഇപ്പോൾ രാഹുൽ ഈശ്വറിനെ മാത്രമാണ് അന്വേഷണ സംഘം ശാലിനി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ രാഹുൽ ഈശ്വറിന്റെ വീഡിയോകൾ എടുത്ത് പരിശോധിച്ച് നമുക്കറിയാം, ഈ ചിത്രങ്ങളടക്കം കാണിച്ചുകൊണ്ട് പരസ്യമായി അതിജീവിതയെ അപമാനിക്കുന്ന തരത്തിൽ എങ്കിൽ അസഭ്യമായ വാക്കുകൾ പോലും ഉപയോഗിച്ചുകൊണ്ടാണ് ഒരു പെൺകുട്ടിയെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ അപമാനിക്കുന്ന നിലപാട് ഈ രാഹുൽ ഈശ്വർ സ്വീകരിച്ചത്. രാഹുൽ ഈശ്വർ പല ഘട്ടങ്ങളിലും സ്വീകരിച്ച നിലപാട് എന്താണെന്ന് നമുക്ക് വ്യക്തമാണ്. അതിനെതിരെ കൃത്യമായ പ്രതിരോധം, ഉപരോധം കേരളത്തിന്റെ പൊതുസമൂഹം തീർത്തിട്ടുമുണ്ട്. അത് തന്നെയാണ് ഇപ്പോഴും കാണാൻ സാധിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ചെറിയ വിഭാഗം മാത്രമാണ് ഈ രാഹുൽ ഈശ്വറിന്റെ വീഡിയോകൾക്കും പോസ്റ്റുകൾക്കും സപ്പോർട്ട് ചെയ്തത്. അവരുടെ മനസ്സും ഏത് തരത്തിലാണ്, അവരുടെ രാഷ്ട്രീയം ഏത് തരത്തിലാണ് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കും. ഇപ്പോൾ രാഹുൽ ഈശ്വറിനെ കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. അല്പസമയത്തിന് തന്നെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് വേണം മനസ്സിലാക്കാൻ. ഒപ്പം കൂടുതൽ സമാനമായ വിമർശനങ്ങൾ ഉന്നയിച്ച രാഹുൽ ഈശ്വറിന്റെ ആ രീതിയിലുള്ള പരസ്യ പ്രസ്താവനകൾ നടത്തിയ ആ വ്യക്തികൾക്കെതിരെയും ആ സൈബർ ഇടങ്ങൾക്കെതിരെയും നടപടി സ്വീകരിക്കാൻ തന്നെയാണ് സാധ്യതയും നീക്കവും അല്ലേ? തീർച്ചയായും സുരേഷ്, അങ്ങനെ തന്നെയാണ്. അത്തരത്തിലൊരു നടപടിയിലേക്കായിരിക്കാം പോലീസ് നീ കടക്കുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എയർ ക്യാമ്പിനുള്ളിലാണ് ഈ രാഹുൽ ഈശ്വർ ഇപ്പോൾ ഉള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിനെ
പല ഘട്ടങ്ങളിലും വെള്ളപൂശുകയും രാഹുൽ മാങ്കൂട്ടൻ ചെയ്തത് ശരിയാണെന്ന് പറയുകയും സൈബർ ഇടങ്ങളിൽ രാഹുലിന് അനുകൂലമായ ഒരു തരംഗം ഉണ്ടാക്കുകയും ഒക്കെ തന്നെ ചെയ്തത് രാഹുൽ ഈശ്വറാണ്. സ്വാഭാവികമായും മുൻപും സമാനമായ രീതിയിൽ അദ്ദേഹം പല കേസുകളിൽ ഇടപെടൽ നടത്തുകയും അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെയും നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ പരിശോധിച്ച ശേഷമാണ് ഇപ്പോൾ അദ്ദേഹത്തിനെ ഈ വിവരങ്ങളുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അടക്കമുള്ളവർ ഈ ജാമ്യാപേക്ഷ നൽകുന്ന ഘട്ടങ്ങളിൽ നൽകിയിട്ടുള്ള ജാമ്യാപേക്ഷയുടെ വിവരങ്ങൾ, ഒപ്പം തന്നെ ജാമ്യാപേക്ഷയ്ക്ക് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ അടക്കമുള്ളവർ നൽകിയിട്ടുള്ള, കോടതിയിൽ നൽകിയിട്ടുള്ള ചില ഡിജിറ്റൽ രേഖകൾ, അത് രേഖാമൂലം സീൽ ചെയ്ത കവറിൽ നൽകിയിട്ടുള്ള രേഖകൾ അടക്കമുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ചില നിർണായകമായിട്ടുള്ള വിവരങ്ങളും രേഖകളും ഒക്കെ രാഹുൽ ഈശ്വർ അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പങ്കുവച്ചിരുന്നു. ഇതടക്കം പരിശോധിക്കുകയാണ് ഇത്തരത്തിലൊരു അന്വേഷണത്തിന്റെ ഭാഗമായി ഇപ്പോൾ ഈ അന്വേഷണ സംഘത്തിന്റെ മുൻപാകെ പോലീസ് രാഹുൽ ഈശ്വറിനെ വിളിപ്പിച്ചിട്ടുള്ളത്. ആ രാഹുൽ ഈശ്വറിനെ വിളിപ്പിച്ചതിന് ശേഷം മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലുകൾ, ചില കാര്യങ്ങളിൽ വ്യക്തത വരുത്തൽ, അതിനിടയിലാണ് ഇത്തരത്തിലൊരു അറസ്റ്റ് അടക്കം കസ്റ്റഡി അടക്കമുള്ള നടപടികളിലേക്ക് ഇപ്പോൾ പോലീസ് കടന്നിട്ടുള്ളത്. എന്നാൽ ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ അദ്ദേഹത്തിന്റെ അറസ്റ്റ് ഉണ്ടാകാനുള്ള സാധ്യതകളാണ് നമ്മൾ അല്പസമയത്തിനകം തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.